കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സാധ്യയാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ വിഷയത്തിൽ. ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമൻറ്റുകൾ വന്നു. വലിയ സന്തോഷം. നിങ്ങളെപ്പോലെ കമൻ്റ് ഇടാനും വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള അവകാശം എനിക്കുണ്ട്. പിന്നെ മുതുകാട് സാറിൻ്റെ വിഷയത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഈ നിമിഷം വരെ അദ്ദേഹം തെറ്റുകാരനല്ലെന്ന്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചാനലുകൾ വന്ന് ആർക്കും എന്തും വിളിച്ചു പറയാം. അദ്ദേഹം തെറ്റുകാരനാണെന്ന് കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ അദ്ദേഹത്തെ അവിശ്വസിക്കും. അതുവരെ നിങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ കല്ലെറിയുമ്പോൾ അതിലെനിക്ക് പങ്കില്ല. ഓക്കെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ നയാണ് വ്യക്താക്കുന്നത്. ഓക്കെ, ഞാൻ മറ്റുള്ളവർ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എന്താണ് തോന്നുന്നത് അത് പ്രകാരം ജീവിക്കുന്നതും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ മുതുകാട് സാറും ഞാനുമായിട്ട് വലിയ അടുത്ത ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തെ ഒരു പ്രാവശ്യമാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരെ ഒരുപാട് സ്നേഹിച്ചു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പൊതുവെ ജനങ്ങൾക്ക് എല്ലാവർക്കും കുരു പൊട്ടാനുള്ള ഒരു മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് മുതുകാട് സാറിൻ്റെ കാസർഗോഡുള്ള പുതിയ പ്രോജക്റ്റ്, അതിന് നമ്മുടെ പത്മശ്രീ യൂസുഫ് അലി സാറ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എല്ലാവരെയും തളർത്തി കളഞ്ഞു. കാരണം ഒരു മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ ആർക്കും വലിയ ഇഷ്ടമില്ല. ആരും ഉയർന്നു പോകുമ്പോൾ സമൂഹത്തിൽ വലിയ പൊസിഷനിലാവുമ്പോൾ ആർക്കും വലിയ ഇഷ്ടമല്ല. നമ്മളൊന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആളുകൾ നമ്മളെ ഇതുപോലെ കല്ലെറിയുക. അപ്പോൾ നമ്മുടെ യൂസുഫ് അലി സാറിൻ്റെ പ്രഖ്യാപനം നിങ്ങൾക്കറിയാലോ, എല്ലാ വർഷവും 1 കോടി രൂപ. അതിനുശേഷം ആ മനുഷ്യൻ പറയാണ്, എൻ്റെ മരണശേഷവും 1 കോടി രൂപ. എത്ര മനോഹരല്ലേ? പല ആളുകളുടെ അടുത്തും ക്യാഷ് ഉണ്ട്, പക്ഷെ ആളുകളൊന്നും ചെയ്യില്ല, ആർക്കും കൊടുക്കില്ല. തൻ്റെ ക്യാഷ് നഷ്ടമാകുമോ എന്ന് കരുതിയിട്ട് പേടിച്ച് നിൽക്കും. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക. അതുകൊണ്ടൊന്നും കിട്ടില്ല. കാര്യലാഭത്തിന് വേണ്ടി, ഫേമസ് ആകാൻ വേണ്ടി ചാനലുകൾ വന്നിട്ട് പല കാര്യങ്ങളും, ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വിശ്വാസമാകുമായിരുന്നു. 1-2 കാര്യങ്ങളാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഈ 40 വർഷത്തെ ഈ ഒരു ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ കാൺ ബിലീവ് ദാറ്റ്. ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ചെറിയ ചെറിയ പാളിച്ചകളും തെറ്റുകളൊക്കെ മനുഷ്യരാണ്, സംഭവിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങളെല്ലാം 0 ആണെന്ന് പറയുമ്പോൾ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുന്ന 1 ലക്ഷം 2 ലക്ഷം ആളുകളാണ് ഓരോ വീഡിയോസും കാണുന്നത്. ആ ആളുകൾ മാത്രമല്ല ഈ ഭൂമിയിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സത്യമേ ജയഹ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വാക്കുകളൊക്കെ നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഞാൻ ഇപ്പോഴും അതാണ് പറയുന്നത്. പക്ഷേ തെറ്റ് തെളിയിക്കപ്പെടുന്നത് വരെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അത് ശരിയാണെന്ന് കരുതാതെ തെറ്റ് തെളിയിക്കുന്നത് വരെ അദ്ദേഹത്തെ വെറുതെ വിടുക, കല്ലെറിയാതിരിക്കുക. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിനും മക്കളും അമ്മയും വൈഫും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ നന്മയുടെ കൂടെയാണ്. അദ്ദേഹം എന്നല്ല, ഏതൊരു മനുഷ്യൻ നന്മ ചെയ്താലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ അടുത്ത് തന്നെ അദ്ദേഹത്തെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കും. ദിസ് വാട്ട് ഐ ക്യാൻ പ്രോമിസ്. നമ്മൾ വെറുതെ ഒന്നും പറയില്ല. ഞാൻ ജീവിതത്തിൽ വീഡിയോ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയും കുറേ ആളുകൾ വേണ്ടേ? എല്ലാവരും കല്ലെറിയുമ്പോൾ കല്ലെറിയാത്തൊരു മനുഷ്യനെങ്കിലും ഭൂമിയിൽ വേണ്ടേ? ഓക്കെ, എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, എനിക്ക് പരാതിയൊന്നുമില്ല. ഓക്കെ, എനിക്ക് എത്ര നെഗറ്റീവ് വന്നാലും ഞാൻ പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. പോസിറ്റീവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. നെഗറ്റീവ് ഇത് കൂടി കേൾക്കും, ഇത് കൂടി വിടും. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ എഴുതുന്ന പോലെ കമൻറ്റ് എഴുതൂല. ആരോഗ്യപരമായ കമൻറ്റുകൾ എഴുതുള്ളൂ. ബാഡ് കമൻറ്റ് ഞാൻ ഒരിക്കലും എഴുതൂല. ഓക്കെ, താങ്ക് യു.